ഓൺലൈൻ തട്ടിപ്പ്. പ്രമുഖ അഭിഭാഷകന് നഷ്ടമായത് 1 കോടിയിലധികം രൂപ. സൈബർ തട്ടിപ്പ് കേസുകൾ വാദിക്കുന്ന അഭിഭാഷകൻ ഓൺലൈൻ തട്ടിപ്പിന് ഇരയായതായി റിപ്പോർട്ട്. തട്ടിപ്പിലൂടെ അഭിഭാഷകന് 1 കോടിയോളം രൂപ നഷ്ടമായി. തിരുവനന്തപുരത്തെ പ്രമുഖ അഭിഭാഷകനായ ശാസ്തമംഗലം അജിത് കുമാറിനാണ് ഓൺലൈൻ തട്ടിപ്പിലൂടെ പണം നഷ്ടമായത്. ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാനാണെന്ന പേരിലാണ് പണം തട്ടിയെടുത്തതെന്നാണ് റിപ്പോർട്ട്. കനോലി കനാലിൽ വീണയാൾ മരിച്ചു. കോഴിക്കോട് കനോലി കനാലിൽ വീണയാൾ മരിച്ചു. കുന്നമംഗലം സ്വദേശി പ്രവീണാണ് മരിച്ചത്. കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലെ ജീവനക്കാരനാണ് പ്രവീൺ. സ്കൂബ സംഘം മണിക്കൂറുകൾ നടത്തിയ പരിശോധനയിൽ പ്രവീണിനെ കണ്ടെത്തിയിരുന്നു. എന്നാൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. രാത്രി 7:30ക്കായിരുന്നു അപകടം നടന്നത്. 2 മണിക്കൂറുകൾക്ക് ശേഷമാണ് പ്രവീണിനെ കണ്ടെത്തിയത്. കണ്ടുനിന്നവർ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. തുടർന്ന് അഗ്നിരക്ഷാസേനയും സ്കൂബ ടീമും നടത്തിയ രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് പ്രവീണിനെ കണ്ടെത്തിയത്. വാർത്താസമ്മേളനത്തിനിടെ മൂക്കിൽ നിന്ന് രക്തസ്രാവം. കേന്ദ്രമന്ത്രി കുമാരസ്വാമി ആശുപത്രിയിൽ. വാർത്താസമ്മേളനത്തിനിടെ മൂക്കിൽ നിന്നും രക്തസ്രാവമുണ്ടായതിനെ തുടർന്ന് കേന്ദ്രമന്ത്രിയും ജെഡിഎസ് നേതാവുമായ എച്ച്.ഡി. കുമാരസ്വാമിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബംഗളൂരു ഗോൾഡ് ഫിഞ്ച് ഹോട്ടലിൽ ബിജെപി ജെഡിഎസ് പദയാത്രയെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെയായിരുന്നു സംഭവം. ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലാണ് കുമാരസ്വാമിയെ പ്രവേശിപ്പിച്ചത്. കുമാരസ്വാമിയുടെ ആരോഗ്യസ്ഥിതി നിലവിൽ തൃപ്തികരമാണെന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു. ഒരുപക്ഷെ മൂക്കിനുള്ളിലെ നേരിയ മുറിവുകൾ കാരണമാകാം മൂക്കിൽ നിന്ന് രക്തസ്രാവമുണ്ടായത്. അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ എല്ലാവിധ പരിശോധനകളും നടത്തി. അദ്ദേഹത്തെ പിന്നീട് ഡിസ്ചാർജ് ചെയ്തതായും പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു. ആലപ്പുഴയിൽ കാർ തെങ്ങിലിടിച്ച അപകടം. ഡിവൈഎഫ്ഐ നേതാവ് ഉൾപ്പെടെ 2 പേർക്ക് ദാരുണാന്ത്യം. ആലപ്പുഴയിൽ കാർ തെങ്ങിലിടിച്ചുണ്ടായ അപകടത്തിൽ 2 ഡിവൈഎഫ്ഐ പ്രവർത്തകർ മരിച്ചു. ഡിവൈഎഫ്ഐ മാരാരിക്കുളം ഏരിയ സെക്രട്ടറി രജീഷ്, മറ്റൊരു പ്രവർത്തകനായ അനന്തു എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കാറിലുണ്ടായിരുന്ന സുരേഷ്, കിച്ചു എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാത്രി 10 മണിയോടെയാണ് അപകടമുണ്ടായത്. വളവനാട് പ്രീതികുളങ്ങരയിൽ വെച്ച് ഇവർ സഞ്ചരിച്ച കാർ തെങ്ങിലിടിച്ച് മറിയുകയായിരുന്നു. കാറിൽ 4 പേരാണ് ഉണ്ടായിരുന്നത്. അഗ്നിരക്ഷാസേന എത്തി കാർ വെട്ടിപ്പൊളിച്ചാണ് കാറിലുണ്ടായിരുന്നവരെ പുറത്തെടുത്തത്. സിറ്റി ഗ്യാസ് പദ്ധതിക്കായി എടുത്ത കുഴിയിൽ വീണ് സ്കൂട്ടർ യാത്രികൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ആറാട്ടുപുഴ ദേശീയപാതയുടെ അരികിൽ സിറ്റി ഗ്യാസ് പദ്ധതിക്കായി എടുത്ത കുഴിയിൽ സ്കൂട്ടർ യാത്രികൻ വീണു. യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇന്ന് രാത്രി 8:30യോടെയാണ് സംഭവം. രാത്രി ആലപ്പുഴ ടൌണിൽ സ്കൂട്ടറിൽ പോകുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. പദ്ധതിക്കായി റോഡരികിലെ വിവിധ ഭാഗങ്ങളിൽ കുഴിയെടുത്തിട്ടുണ്ട്. എന്നാൽ അവിടങ്ങളിലൊന്നും മുന്നറിയിപ്പ് ബോർഡുകളോ ലൈറ്റുകളോ സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ബസ് സൈഡ് കൊടുക്കുന്നതിനിടെയാണ് സ്കൂട്ടർ യാത്രികൻ തെന്നി കുഴിയിലേക്ക് വീണത്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്ന് ഉടൻ തന്നെ ഇയാളെ രക്ഷപ്പെടുത്തുകയായിരുന്നു.